നമസ്തേ, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സിൽ ട്രസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് തന്നെ പോകുന്നത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടി വിപുലീകരിച്ച ഒരു സെക്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പർപ്പസിന് 13(1)(b എന്ന ഇൻകം ടാക്സ് ആക്ടിൽ 1B ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ പ്രകാരം നമുക്ക് എക്സംഷൻ കിട്ടാത്തത്, അതായത് 13(1)(bയിൽ നമ്മൾ പെടുകയാണെങ്കിൽ നമുക്ക് ട്രസ്റ്റിൻ്റെ എക്സംഷൻ, ഇൻകം ടാക്സ് ആയിട്ടുള്ള എക്സംഷൻസ് നമുക്ക് കിട്ടുകയില്ല. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ 13(1)(bയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റ് ഒരു പെർട്ടിക്കുലർ റിലീജിയന് വേണ്ടി മാത്രം നിൽക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഏത് റിലീജിയൻ ആവട്ടെ, ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം, അവരുടെ ഉപകാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണെങ്കിൽ 13(b)(1) സെക്ഷൻ അവിടെ ആപ്ലിക്കബിൾ ആവുകയും അവർക്ക് നമുക്ക് ഈ സെക്ഷൻ 11 പ്രകാരം, സെക്ഷൻ 11ഉം സെക്ഷൻ 11(12)ഉം പ്രകാരമാണ് ഇൻകം ടാക്സ് എക്സംഷൻസ് നമുക്ക് കിട്ടുന്നത്. അതായത് പ്രോഫിറ്റ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതെന്ന് വരുന്നത്, അല്ലെങ്കിൽ സർപ്ലസിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതെന്ന് വരുന്നത്. സോ ഒരു പെർട്ടിക്കുലർ റിലീജിയന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഉപകാരത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ സെക്ഷൻ 11ഉം 12ഉം പ്രകാരമുള്ള എക്സംഷൻസ് നമുക്ക് കിട്ടുകയില്ല. പക്ഷേ ഇതിൽ തന്നെ നമ്മളിപ്പം റിലീജിയൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നവരുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഷെഡ്യൂൾ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഉപകാരത്തിന് വേണ്ടിയുള്ള ട്രസ്റ്റുകൾ ഉണ്ടാവും. അത് ഇതിനകത്ത് ബാധകമല്ല. ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ റിലീജിയൻ, അതിപ്പം പല മദ്രാസ് ഹൈക്കോർട്ടിൻ്റെയും ഡൽഹി ഹൈക്കോർട്ടിൻ്റെയും സുപ്രീം കോടതിൻ്റെയും കേസുകളിലും പല കേസുകളിലും പറയുന്നത് വെച്ചാൽ സെപ്പറേറ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ. പർട്ടിക്കുലർ ട്രസ്റ്റ് നമ്മൾ ചാരിറ്റി പർപ്പസ്, പബ്ലിക് ചാരിറ്റി, ഇപ്പോൾ അന്നദാനം കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു പള്ളിയായാലും നമ്മൾ അന്നദാനം കൊടുക്കുന്നത് അതിൻ്റെ കൂടെ റിലീജിയസ് പർപ്പസ് നടത്തുകയാണെങ്കിൽ ഇതിന് ബാധകമായിട്ട് വരക്കുകയില്ല. പക്ഷേ നമ്മളിപ്പം പർട്ടിക്കുലർ ഇപ്പം ഒരു ബുക്ക് പ്രൊമോട്ട് ചെയ്യുക, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റിലീജിയൻ്റെ, ഇപ്പം ഹിന്ദുവിലെ ഗീത, ക്രിസ്ത്യൻ്റെ ബൈബിള്, അങ്ങനെ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രം വരുന്നൊരു ട്രസ്റ്റൊക്കെ ആണെങ്കിൽ അതൊരു പർട്ടിക്കുലർ റിലീജിയൻ ആവും. പക്ഷേ നമ്മളിപ്പോൾ ഒരു അന്നദാനം അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, അതിൻ്റെ കൂടെ ഈ റിലീജിയസ് പർപ്പസ് ചെയ്യുവാണെങ്കിൽ 13(1)(b) എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെയാണ് 13(1)(b) പറയുന്നത്. ഇനി പ്രൈവറ്റ് ട്രസ്റ്റിനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ട്രസ്റ്റിനും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. പ്രൈവറ്റ് ട്രസ്റ്റ് നമ്മൾ ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 2 ടൈപ്പ് ട്രസ്റ്റ് ഉണ്ട്, പബ്ലിക് ട്രസ്റ്റും പ്രൈവറ്റ് ട്രസ്റ്റും. പ്രൈവറ്റ് ട്രസ്റ്റിന് ചാരിറ്റബിൾ പർപ്പസ് വേണ്ടി യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ 13(1)(b) സെക്ഷൻ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു ചാരിറ്റബിൾ. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ചാരിറ്റി അതിൻ്റെ അകത്ത് വരണം. ഒരു പബ്ലിക്കിന് അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി നമ്മൾ വരികയാണെങ്കിൽ മാത്രമേ നമുക്കതൊരു ട്രസ്റ്റിൻ്റെ എക്സംഷൻ ലിമിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ എക്സംഷൻ കൊണ്ടുവരാൻ പറ്റുകയില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ അനോണിമസ് ഡൊണേഷനെ പറ്റി പറയാം. അനോണിമസ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ഒരാൾ ഡൊണേഷൻ തരുന്ന ആളുടെ പറ്റി വിവരങ്ങളില്ല. ഇപ്പോൾ ഞാനിപ്പം ട്രസ്റ്റിന് വേണ്ടി ഒരു വലിയൊരു പൈസ ഞാൻ കൊടുക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പേര് വെളിപ്പെടുത്താൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ കിട്ടുന്ന എമൗണ്ട് അതൊന്നും നമുക്കിപ്പം ആരാ തന്ന എന്താ തന്നതെന്ന് ചെയ്യാൻ പറ്റില്ല. അതാണ് അനോണിമസ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അത് സെക്ഷൻ 150(b)(b)(c) എന്ന ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് നമുക്കിത് വരുന്നത്. സോ അങ്ങനത്തെ ഡൊണേഷൻസ് കിട്ടുന്ന പല ട്രസ്റ്റുകളും ഉണ്ടാവും. അമ്പലങ്ങൾ, ചാരിറ്റി, വലിയ വലിയ ആരാധനാലയങ്ങൾക്ക് അനോണിമസ് ഡൊണേഷൻ കിട്ടുന്നുണ്ടാവും. വലിയ വലിയ സംഘടനകൾക്ക് എന്താ അനോണിമസ് ഡൊണേഷൻസ് ഒക്കെ വരുന്നുണ്ടാവും. സോ അവരിപ്പം അനോണിമസ് ഡൊണേഷൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അനോണിമസ് ഡൊണേഷൻ കിട്ടുന്ന ട്രസ്റ്റുകൾ ഒരു മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുകയാണെങ്കിൽ നമ്മളെ ടോട്ടൽ ഡൊണേഷൻ്റെ 5% മുകളിലോ അല്ലെങ്കിൽ 1,00,000 മുകളിൽ, ഏതാ 5% 1,00,000 ഏതാ മുകളിൽ വരുന്നത് വെച്ചാൽ അതുവരെ മാത്രമേ അനോണിമസ് ഡൊണേഷൻ നമുക്ക് കിട്ടാൻ പാടുകയുള്ളൂ. അതായത് സെക്ഷൻ 115(b)(c) പറയുന്നത് വെച്ചാൽ നമ്മുടെ അനോണിമസ് ഡൊണേഷൻ, നമ്മുടെ ടോട്ടൽ ഡൊണേഷൻ്റെ, ട്രസ്റ്റിൻ്റെ ടോട്ടൽ മൊത്തം ഡൊണേഷൻ ഉണ്ടാവുമല്ലോ, ആ ഡൊണേഷൻ്റെ 5% വരെ മാത്രമേ നമുക്ക് ആ ഡൊണേഷൻ മെഡിക്കൽ കോളേജും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും നടത്തുന്ന ട്രസ്റ്റുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് മുകളിൽ നമുക്ക് അനോണിമസ് ഡൊണേഷൻസ് കിട്ടുകയാണെങ്കിൽ അത് ടാക്സിബിൾ ആവും. ഇതിപ്പം ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ചില ട്രസ്റ്റുകൾ ഉണ്ടാവും, അവർക്ക് മെഡിക്കൽ കോളേജുകൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവും. അവരിപ്പം ഈ ഡൊണേഷനായിട്ടുള്ള പൈസകളൊക്കെ വാങ്ങുന്നുണ്ടാവും. ആരാന്ന് അവർക്ക് വെളിപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്തവർക്ക് അവരുടെ ടോട്ടൽ ഡൊണേഷൻ്റെ 5% അത് നിജപ്പെടുത്തണം. ബാക്കിയുള്ളത് അതർ ഡൊണേഷൻസിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അല്ലാത്ത പക്ഷം ഈ 5% നമ്മൾ ടാക്സ് വേണ്ടി വരും. അതാണ് സെക്ഷൻ 115(b)(b)(c) അനോണിമസ് ഡൊണേഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നമുക്കൊരു ട്രസ്റ്റ് നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനെന്താ വേണ്ട, ഒരു ബൈലോ വേണം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഡീഡ് വേണം. അതായത് ട്രസ്റ്റിൻ്റെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം. അതാണ്. അപ്പോൾ ആ ട്രസ്റ്റ് ഡീഡിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു ട്രസ്റ്റ് ഡീഡ് നമ്മൾ ആദ്യം ട്രസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സെറ്റിലറോ, അതായത് ആദ്യം ട്രസ്റ്റ് കൊണ്ടുവരുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ട്രസ്റ്റീസോ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. നമുക്ക് ആ ട്രസ്റ്റ് ഡീഡിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും. അതിന് നമുക്കൊരു അമെൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു അനുച്ഛേദമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ഡീഡിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അമെൻമെൻറ്റ് കൊണ്ടുവരണം. ആ അമെൻമെൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഏത് അതോറിറ്റീൻ്റെ മുമ്പിലാണോ അല്ലെങ്കിൽ ഏത് ഓഫീസറിൻ്റെ മുമ്പിലാണോ നമ്മൾ ട്രസ്റ്റ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതേ ഓഫീസറിൻ്റെ മുമ്പിൽ തന്നെ, അതേ ഓഫീസർ എന്ന് വെച്ചാൽ അതേ തസ്തികയിലുള്ള ഓഫീസർ, അതേ ഓഫീസർ ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും, പക്ഷേ അതേ
തസ്തികയിൽ വരുന്ന ഓഫീസറിൻ്റെ മുമ്പിൽ നമ്മൾ ആ അനുബന്ധം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ആ ട്രസ്റ്റ് ഡീഡിൻ്റെ അമെൻമെൻറ്റിന് നമുക്ക് വിലയുണ്ടാവുള്ളൂ. അത് പ്രകാരം ഇൻകം ടാക്സ് സെക്ടറുകളുടെ എക്സംഷൻ നമുക്ക് സെക്ഷൻ 11 and 12 നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ട്രസ്റ്റ് ഡീഡിൽ അനുബന്ധം കൊണ്ടുവരാൻ പറ്റുന്നത്, അതായത് അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിപ്പം ഈ ട്രസ്റ്റ് ഡീഡിൽ നമുക്കിത് അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ക്ലോസ് ഉണ്ടാവണം. അതായത് നമുക്ക് ആദ്യത്തെ ട്രസ്റ്റ് ഡീഡിൽ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഈ ട്രസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന ട്രസ്റ്റീസിനോ നമുക്ക് ഇതിൻ്റെ അകത്ത് അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ക്ലോസോ അല്ലെങ്കിൽ ഒരു റൈറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. സോ നമ്മളെപ്പോഴും ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കുമ്പം അതെപ്പോഴും കാര്യമായി ശ്രദ്ധിക്കുക. നമുക്ക് അനുബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അമെൻമെൻറ്റിൻ്റെ ഒരു ക്ലോസ് റൈറ്റ് നമുക്ക് ആ ഫസ്റ്റ് ട്രസ്റ്റ് ഡീഡിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അമെൻമെൻറ്റിന് വിലയും ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അമെൻമെൻറ്റിന് വിലയുണ്ടാവില്ല. സോ ഇതാണ് ട്രസ്റ്റ് ഡീഡ് അമെൻമെൻറ്റ്. ട്രസ്റ്റ് ഡീഡ് നമ്മൾ അമെൻഡ് ചെയ്താൽ മാത്രമേ, അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊരു ഇൻകം ടാക്സ് ആക്ട് പ്രകാരമായാലും ഏത് ഇതിനായാലും അതിന് വിലയുണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ മിനിറ്റ്സ് വൈസ് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ നിലനിൽപ്പില്ല എന്ന് പറയാം. ലോഫുള്ളി അതിന് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 80G എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. 80G എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും ഡൊണേഷൻ നമുക്ക് തരികയാണെങ്കിൽ, ഒരു ട്രസ്റ്റിന് തരികയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഒരു എക്സംഷൻ കിട്ടും. ഇപ്പം ഞാനിപ്പം ഒരു ട്രസ്റ്റിന് ഒരു പൈസ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആ കൊടുക്കുന്ന എൻ്റെ ടാക്സബിൾ ഇൻകത്തിന് എനിക്ക് കുറച്ച് ഒരു എക്സംഷൻ കിട്ടും. ഞാൻ ആ ട്രസ്റ്റിന്, അത് രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആയിരിക്കണം. അതായത് 80G പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റുകൾക്ക് ഞാൻ കൊടുത്താൽ മാത്രമേ എനിക്ക് എക്സംഷൻ കിട്ടുകയുള്ളൂ. സോ എല്ലാ ട്രസ്റ്റുകളും 80G രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. 12A രജിസ്ട്രേഷനാണ് ഇൻകം ടാക്സ് ആയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം, 80Gനെ കുറിച്ചും പറയാം. സോ 12A നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 80Gക്കും പോകാൻ പറ്റും. പക്ഷേ 80G രജിസ്ട്രേഷൻ നമ്മൾ എടുക്കുന്ന റിലീജിയസ് ട്രസ്റ്റിന് നമുക്ക് പറ്റുകയില്ല. റിലീജിയസ് ട്രസ്റ്റിന്, അതായത് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള ട്രസ്റ്റിന് പറ്റും. പർട്ടിക്കുലർ റിലീജിയസിന് വേണ്ടി മാത്രം, ഒരു പർട്ടിക്കുലർ റിലീജിയന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമൂഹത്തിന് വേണ്ടിയോ നടത്തുന്ന ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു 80G രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുകയില്ല. അത് അങ്ങനെ പല കോടതികളും പറഞ്ഞിട്ട് നിയമത്തിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ റിലീജിയസ് ട്രസ്റ്റിന് ഒരിക്കലും ആരെങ്കിലും സംഭാവന കൊടുക്കുകയാണെങ്കിൽ 80G എക്സംഷൻ കിട്ടുകയില്ല. അപ്പോൾ 3 ടൈപ്പ് ട്രസ്റ്റാണ് ഇന്ത്യയിൽ ലോഫുള്ളി നിലനിൽക്കാൻ പറ്റുന്നത്. ഒന്ന് ചാരിറ്റിയും റിലീജിയസ്, അവർക്ക് മാത്രമേ ശരിക്കും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ റിലീജിയസ് മാത്രമുള്ളവർ, അവർക്ക് പിന്നെ 12A രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷേ 80G അങ്ങനത്തെ രജിസ്ട്രേഷൻ എടുക്കുന്നത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. പിന്നെ പ്രൈവറ്റ് ട്രസ്റ്റുകളും, അതും പ്രൈവറ്റ് ട്രസ്റ്റിൽ ചാരിറ്റി പർപ്പസ് നടത്തുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ആ ട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാം. അതിനൊന്നും വിഷയമൊന്നുമില്ല. ഇപ്പം റിലീജിയസ് ആയാലും ട്രസ്റ്റ് നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആ എക്സംഷൻസ് സെക്ഷൻ 11 സെക്ഷൻ 12 പ്രകാരമുള്ള എക്സംഷൻ നമുക്ക് കിട്ടുകയില്ല എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളുടെ ചാനൽ കണ്ടതിന് വളരെ നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ നമസ്കാരം, നന്ദി.